അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയിട്ടെടുക്കുക. ഞാനിവിടെ പാക്കറ്റ് അരിപ്പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആ അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതും. ഇതിലേക്കായിട്ട് 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് അരിപ്പൊടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് കഴുകി വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ്. നല്ല നൈസായിട്ട് പൊടിച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയത് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കായപ്പൊടി, 1 നുള്ളു കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ എള്ള് 1/4 ടീസ്പൂണ്, അത്ര തന്നെ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മൈദ 3 ടേബിൾ സ്പൂണ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പരുവത്തിൽ നല്ല പോലെ കുഴച്ച് കൊടുക്കുക. വെള്ളം കുറച്ചീച്ച് ഒഴിച്ചാൽ മതി, കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ചീച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനാവശ്യത്തിനായിട്ട് ഒഴിച്ചിട്ട് ഏകദേശം ചപ്പാത്തി കുഴക്കുന്ന അതേ പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ മാവ് കുഴച്ചെടുക്കുമ്പോൾ ഒരു ടൈറ്റ് പോലെ തോന്നുട്ടോ, എന്താ വെച്ചാൽ ഉഴുന്ന് ചേർത്ത കാരണേ. അപ്പോൾ കുറച്ചൊരു ഓയിലൊക്കെ കയ്യിലാക്കിയിട്ട് നല്ല പോലെ കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ ഈസി ആയിട്ട് തോന്നും. പിന്നെ കുഴച്ച് അപ്പം തന്നെ ഇത് പൊരിച്ചെടുക്കുക കേട്ടോ, റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അപ്പം തന്നെ ഇത് പൊരിച്ചെടുക്കുക. മാവ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഞാൻ ഈ സ്റ്റാറിൻ്റെ അച്ചാണ് എടുക്കുന്നത്. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴായാലും നമ്മൾ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്താൽ ഈ അച്ചിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചുറ്റിയെടുക്കാം. കൈക്ക് അധികം ബലം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി മാവ് കുറച്ച് അതിലിട്ടിട്ട് നമുക്ക് ചുറ്റിയിട്ടെടുക്കാം. ഞാൻ മാവ് മുറുക്ക് ചുറ്റിയിടാൻ വേണ്ടിയിട്ടേ പ്ലേറ്റിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ചെയ്താലും മതി. വെറുതെ ബട്ടർ പേപ്പർ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ ആകുമ്പോൾ വേഗത്തിൽ കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമല്ല കേട്ടോ. ഞാനൊക്കെ ആദ്യമൊക്കെ മുറുക്കുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് സക്സസ് ആവില്ല, ഇങ്ങനെ പൊട്ടിപ്പോരേ. അപ്പോൾ നമ്മളിങ്ങനെ ആക്കണം എന്നില്ലേ, നീളത്തിലിട്ടങ്ങ് പൊരിച്ചാലും മതി. നമ്മൾ കടയിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചുറ്റിയിട്ടല്ലാണ്ട് ആ നീളത്തിലുള്ള സ്റ്റിക്ക് പോലത്തെ മുറുക്കൊക്കെ അല്ലേ, നേരിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റിയിട്ട് എണ്ണയിലേക്ക് ഇട്ടാലും മതി. അപ്പോൾ ഈസി ആയിട്ട് കഴിയും. ടേസ്റ്റൊക്കെ സെയിം തന്നെ. എണ്ണ ചൂടായി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തീ നല്ല ചൂടായിട്ട് മുറുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടിട്ട് പൊരിച്ചെടുത്ത് മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ഹൈ ഫ്ലെയിമിലാണ് ആക്കണമെന്ന് വെച്ചെങ്കിൽ വേഗത്തിൽ ബ്രൗൺ കളറാവും, പക്ഷേ ഇങ്ങനെ ടിക്ക് നിറഞ്ഞ് പൊട്ടൂലേ ആ കറുമുറു, അത് കിട്ടൂല. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കറുമുറാ മുറുക്ക് കിട്ടും. അപ്പം നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇനി കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കുക. എനിക്ക് ഈ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് 20 മുറുക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. നല്ല ഈസിയാണ്. നമ്മൾ പാക്കറ്റ് പൊടി കൊണ്ട് തന്നെ കണ്ടില്ല, നല്ല ഈസി ആയിട്ട് ചെയ്തെടുത്ത്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, പിന്നെ എന്താണ് കായപ്പൊടി, മൈദ 3 ടേബിൾ സ്പൂണ്, കായം, പെരിഞ്ചീരകം, എള്ള്, ഉപ്പ്, മുളക് പൊടി, വെള്ളം, ഇത്ര വേണ്ടു. നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.